സാറേ എന്താ ഇത്? ഞാൻ മാധവൻ നായർ. എനിക്ക് നിങ്ങളെ അറിയാം. സാറേ എന്തൊക്കെയാ ഇത്? ഈ അസ്ഥി കൂടെ ആരുടേതാ? സർ, ഇത് ഞങ്ങൾ ഈ അടുത്തിടയ്ക്ക് വാങ്ങിയ സ്ഥലമാണ്. ജഗനല്ലേ? അതെ, നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ പേര് കരുണാകർ കുറുപ്പ് എന്നാണ്. XMLA ആണ്. അറിയാം മിസ്റ്റർ ജഗൻ. നിങ്ങൾ മാധവൻ നായരുടെ മകളെ കല്യാണം കഴിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എനിക്കറിയാം. ഈ അസ്ഥികൂടം നിങ്ങളുടെ പ്ലോട്ടിൽ നിന്ന് കണ്ടെത്തിയതുകൊണ്ട് മാധവൻ നായരെ വിശദമായി ചോദ്യം ചെയ്യാനുണ്ട്. വിളിക്കുമ്പോ സ്റ്റേഷനിലേക്ക് വരണം. സാറേ, മാധവൻ നായരുടെ ഒരു പ്രാഥമിക മൊഴി രേഖപ്പെടുത്തണം. ശരി സാർ. അസ്ഥികൂടം ആദ്യം കണ്ടയാളിന്റെ മൊഴി എടുത്തല്ലോ? എടുത്തു സാർ. ഓക്കെ. അച്ഛൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. നമ്മളാരെയും കൊന്നു കളഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെയാണോ അല്ലയോ എന്ന് ഞാൻ പിന്നീട് പറയാം. അസ്ഥികൂടം ഏതായാലും വെറുതെ നടന്നു വരില്ലല്ലോ. പക്ഷെ ഇത് മനഃപൂർവ്വം ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടിട്ടതായിക്കൂടെ? അല്ലെങ്കിൽ ഈ പ്ലോട്ട് ഉടമയെ സംശയിച്ചുകൂടെ? അതൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. എന്തായി? എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ? അത് ലാബിൽ കൊണ്ടുപോയി ശാസ്ത്രീയമായി പരിശോധന നടത്തണം. ഇത് സ്വാഭാവിക മരണമല്ല, കൊലപാതകമാ. തലയോട്ടിക്ക് പിറകിൽ പൊട്ടലുണ്ട്. അപ്പൊ കുടുങ്ങുമല്ലോ മാധവൻ നായരെ. ഒന്നുമില്ല അച്ഛാ. അച്ഛൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഒന്നുമില്ല അച്ഛാ.